നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്, കുറേയേറെ ചർച്ച ചെയ്യപ്പെട്ട വലിയ പ്രമാദമായൊരു വിഷയമായിരുന്നു മുനമ്പം പ്രശ്നം. കേരളത്തിലെ സർക്കാർ സതീശൻ അധികാരത്തിൽ വന്നാൽ 10 മിനിറ്റിനകം പരിഹരിക്കുമെന്ന് പറഞ്ഞു. 10 മിനിറ്റിനകം പരിഹരിച്ചിരിക്കുന്നു. മുനമ്പം ഭൂമി വഖഫിൻ്റെ പോർട്ടൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. മിസ് പോർട്ടൽ രജിസ്റ്റർ ചെയ്തു. അതെ, യഥാർത്ഥത്തിൽ ഇനി എന്താണ് വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് ജനങ്ങളോട് വി ഡി സതീശന് പറയാൻ കഴിയുക? എന്താണ് ഇതിൻ്റെ പിന്നിലെ കാര്യം? ഈ വി ഡി സതീശൻ ജനങ്ങളോട് പറയുന്നത് ഒന്ന്, അതിൻ്റെ പിന്നിലെ കഥ വേറെ. അതാണ് ചോദിക്കുന്നത്. ഇതിനകത്ത് സത്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ അബദ്ധത്തിൽ ചെന്ന് ചാടിയത് BJP ആണ്. അത് എങ്ങനെയാണെന്ന് ഞാൻ പിന്നീട് പറയാം. ഞാൻ പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും. ഇത് സത്യത്തിൽ ഇപ്പോൾ ഈ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത് ഉൾപ്പെടെ ഇതിനകത്ത് ഇടതുപക്ഷവും വലതുപക്ഷവും ഒറ്റക്കെട്ടാണ്. ഇവർക്ക് കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കണം. ഇത് രണ്ടുപേർക്കും മുസ്ലിങ്ങളുടെ മുസ്ലിം പ്രീതി പിടിച്ചു. അത് കൃത്യമായിട്ട് വോട്ട്, മുസ്ലിം വോട്ട് നമുക്ക് വേണം. അതിന് മുസ്ലിങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റാനാണ്. അതായത് ഞങ്ങൾക്ക് ഒരു രക്ഷകനുണ്ട്, അത് പിണറായി വിജയനാണ്, അല്ലെങ്കിൽ പിണറായി വിജയന്റെ സ്ഥാനത്ത് വി ഡി സതീശനാണ്. ഇത്രേ ഉള്ളൂ അതിനകത്തുള്ള വിഷയം. മാത്രമല്ല വി ഡി സതീശൻ ഇപ്പൊ ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണയും വേണം. അല്ല, മുഖ്യമന്ത്രി ആക്കിയത് തന്നെ അത് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയി സീലെ. അത് വെറും ഒരു മുനമ്പം വിഷയത്തിലല്ല, വിഷയങ്ങളാണ്. ഇന്നലെ കണ്ടില്ലേ, 2 ദിവസം അവധി പ്രഖ്യാപിച്ച കണ്ടില്ലേ? ഇത്രയും കാലമായിട്ട് സുവേന്ദു അധികാരി അവിടെ അവധി 3 ദിവസത്തെ 4 ദിവസത്തെ അവധി ഒരു ദിവസമായിട്ട് വെട്ടി കുറച്ചു. അപ്പോഴാണ് ഇവിടെ, കാരണം ഞാൻ പറയുന്നത് ഏത് ആഘോഷമാണെങ്കിലും അവധികൾ പരിമിതപ്പെടുത്തണം. അത് ഹൈന്ദവമാണെങ്കിലും ക്രൈസ്തവമാണെങ്കിലും ഇസ്ലാമികമാണെങ്കിലും ശരി, അവധികൾ പരിമിതപ്പെടുത്തണം. പരമാവധി നമ്മൾ ജോലി ചെയ്യണം, പരമാവധി റിസൾട്ട് ഉണ്ടാക്കണം. നമ്മുടെ സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും അവരവരുടെ പ്രയത്നം പരമാവധി എടുത്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ഒരു എന്താ പറയുക, ഈ പറയുന്നത് പോലെ ഭാവിയിൽ നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടിയിട്ടെങ്കിലും ഒരു മിച്ച സംസ്ഥാനമാക്കി മാറ്റണം. ഇതൊരു അപേക്ഷയാണ്. അതിരിക്കട്ടെ. ഇവിടെ സത്യത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഇടതുപക്ഷം ഭരിക്കാൻ വരുമ്പോഴും വലതുപക്ഷം ഭരിക്കാൻ വരുമ്പോഴും, അതായത് LDF വന്നാലും UDF വന്നാലും ഈ വഖഫ് ബോർഡ് ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്. പിണറായി വിജയൻ വന്നപ്പോൾ അതിൽ അംഗങ്ങളുടെ എണ്ണമൊക്കെ കൂട്ടി. പക്ഷെ അതിൽ ഇപ്പൊ 10 അംഗങ്ങളുണ്ടെങ്കിൽ 6 പേര് ലീഗിൻ്റെ. അപ്പോൾ ഭൂരിപക്ഷം അനുസരിച്ചല്ലേ തീരുമാനം വരുന്നത്. ഈ വഖഫ് ബോർഡ് ചെയർമാന് അതിനകത്ത് മേൽക്കൈയൊക്കെ ഉണ്ടെങ്കിലും ഭൂരിപക്ഷ അംഗങ്ങളും പറയുന്നത് അനുസരിക്കാനല്ലേ പറ്റുള്ളൂ. അതിനെ എതിർത്ത് നിൽക്കാൻ പറ്റില്ല. എതിർത്ത് നിന്നാൽ അതിൻ്റെതായ നടപടികൾ ഉണ്ടാവും അതിന്മേൽ, അല്ലെങ്കിൽ അതിൻ്റെതായ തിരിച്ചടികൾ ഉണ്ടാവും. ഇവിടെ വാസ്തവത്തിൽ ഈ മുനമ്പം വിഷയം എടുത്തിട്ടുണ്ട്. ഈ ഫാറൂഖ് കോളേജിന് കൊടുത്ത ഭൂമിയാണ്, ഫാറൂഖ് കോളേജ് ഇത് വഖഫ് ചെയ്തതാണ്, ഫാറൂഖ് കോളേജ് ഇത് മറിച്ച് വിറ്റു, ഇങ്ങനെ ഒരുപാട് ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. ഇരിക്കട്ടെ, ഈ വഖഫ് ഞാൻ അതിൻ്റെ മതപരമായ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല, ഞാൻ അതിൻ്റെ രാഷ്ട്രീയമായ വശമാണ് പറയുന്നത്. ഫാറൂഖ് കോളേജിൽ നിന്ന് ഇവരുടെ നഷ്ടപരിഹാരം ഈടാക്കണമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത് വഖഫ് ബോർഡ് ഫാറൂഖ് കോളേജിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിച്ചോട്ടെ, നമുക്ക് വിരോധമൊന്നുമില്ല. രേഖകൾ ക്ലിയർ ആണെങ്കിൽ ഇത് വഖഫ് ഭൂമിയാണ്, വഖഫ് ചെയ്തതാണ് എങ്കിൽ ഈ പറഞ്ഞതുപോലെ അവിടെ നിന്ന് വാങ്ങിക്കോട്ടെ. പക്ഷെ അത് വഖഫ് ചെയ്തതാണോ എന്ന് ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല. അത് തെളിയിക്കേണ്ട ബാധ്യത തീർച്ചയായിട്ടും ബോർഡിനുണ്ട്. ഇക്കാര്യത്തിൽ BJP ഒരു വലിയ ഗുണം. ഞാൻ BJPയിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഒരു വിഷയം വെച്ചുകൊണ്ട് കളിക്കുന്നതിൻ്റെ പുറകിൽ വളരെ കൃത്യമായൊരു ഉദ്ദേശമാണ്. വേറൊന്നുമല്ല, കാസർഗോഡ് ഒരു 400 ഏക്കർ ഭൂമി മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന ചില ആൾക്കാരുടെ ഒരു ട്രസ്റ്റിന് കിട്ടണം. അപ്പോൾ ഇതിന് പകരം അവിടെ ഭൂമി കൊടുക്കാം. പക്ഷെ അവിടെ അങ്ങനെ വെറുതെ ഭൂമി കൊടുത്ത പഴയ പോലെയല്ല. ഒരു 5ാം മന്ത്രിയെ കൊടുത്തപ്പം പറ്റു നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ എന്തൊക്കെ രാഷ്ട്രീയ കോളിളക്കങ്ങൾ ഉണ്ടാക്കി. വെള്ളാപ്പള്ളി ചാടി വീഴും, സുകുമാരൻ നായർ ചാടി വീഴും, ക്രിസ്ത്യൻ സഭകൾ ചാടി വീഴും, എല്ലാവരും വീഴും. അപ്പോൾ എന്താ ഇത്, ഇവരെല്ലാം ഇവരെല്ലാം സമാധാനിപ്പിച്ച് ഇവരെല്ലാം ഒതുക്കി നിർത്തിക്കൊണ്ട് അവർക്ക് ഈ 400 ഏക്കർ ഭൂമി നിയമപരമായിട്ട് എന്ന് വെച്ചാൽ അവർക്ക് അർഹതപ്പെട്ടതാണ്, അവരെ നമ്മൾ ഒതുക്കേണ്ടതാണ്, അത് ന്യായമാണ്, അതിനകത്ത് അന്യായമില്ല, അനീതിയില്ല. ഇതിന് വേണ്ടുന്ന ഒരു കളിയാണ് LDFന്റെ കാലത്തും നടന്നത്, ഇപ്പോൾ UDFന്റെ കാലത്തും ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ മുനമ്പം ഈ പറഞ്ഞതുപോലെ ഭൂമി
ഫാറൂഖ് കോളേജുകാരുടെ അടുത്ത് കാശ് കൊടുത്ത് വാങ്ങിച്ച ഭൂമി, അല്ലെങ്കിൽ ആരുടെ അടുത്താണെങ്കിലും ശരി, പണം കൊടുത്ത് വാങ്ങി പോക്കുവരവ് ചെയ്ത് സ്വന്തം പേരിലൊക്കെ ആക്കി വെച്ചിരിക്കുന്ന ഭൂമിയെ ഈ പറഞ്ഞതുപോലെ ഇത് വഖഫാണ് എന്നങ്ങ് പ്രഖ്യാപിക്കുക ഒരു ദിവസം. എന്നിട്ട് അതിൻ്റെ പേരിൽ അജിറ്റേഷൻ തുടങ്ങുക, അത് വലിയ വിഷയമാക്കുക, അത് വ്യവഹാരങ്ങൾ, കോടതി ആകെ പുകിലായി അല്ലേ. ഇനിയിപ്പോൾ സർക്കാർ ഇപ്പോൾ ഇടപെട്ട്, ഇപ്പോൾ വി.ഡി. സതീശൻ പറഞ്ഞത് ശരിയാ, 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കും. എങ്ങനെ? പോർട്ടൽ രജിസ്റ്റർ അല്ല, പോർട്ടൽ രജിസ്റ്റർ ചെയ്താൽ മാത്രം പോരാ. പോർട്ടൽ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമം അനുസരിച്ചാണ് പോർട്ടൽ രജിസ്റ്റർ ചെയ്യുന്നത്. അത് പോർട്ടൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇതിന് ഈ പറഞ്ഞ പോലെ ഡിസ്പ്യൂട്ട് ഉണ്ടെന്ന് അവിടുന്ന് ഇത് പാർലമെന്റിൽ വഖഫ് ബില്ല് പാസ്സാക്കിയതോടുകൂടി ഇവർക്ക് നിയമപരമായ പരിരക്ഷ കൂടി കിട്ടി. അതായത് കോടതിയിലേക്ക് പോകാനുള്ള സംവിധാനം കൂടി ഒരുങ്ങിയിട്ടുണ്ട്. അതുവരെ ഇല്ലായിരുന്നു. അത് മുനമ്പൻ നിവാസികൾക്ക് ഒരു അനുഗ്രഹമാണ്. സത്യത്തിൽ ബി.ജെ.പിക്ക് ഗുണം ചെയ്തെങ്കിലും ഏതാണ്ട് 5000 വോട്ട് കുറവ് അവിടെ കിട്ടിയത്. അല്ല, ബി.ജെ.പിക്ക് അത് ഞാൻ പറഞ്ഞല്ലോ, ബി.ജെ.പിയിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഇതൊന്നും പറഞ്ഞ് തീർക്കാനുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വളരെ ക്ലിയറാണ്. ഇതിങ്ങനെ ഈ ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്തുകയാണ്. ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്തി, അയ്യോ അവർക്ക് മുനമ്പത്തുകാരെ രക്ഷിക്കാൻ വേണ്ടി കാസർഗോഡ് 400 ഏക്കർ കൈമാറി വഖഫ് ബോർഡിനെ തൃപ്തിപ്പെടുത്തി. ഒരു ശ്രീലയെ ഉറപ്പാണ്, ഒരു 15-20 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും ഇത് വഖഫ് ഭൂമിയാണെന്നും പറഞ്ഞു വരും, വീണ്ടും വരും, ഉറപ്പാണ്. അന്ന് പുതിയ വഖഫ് ബോർഡ് വരും, പുതിയ ആൾക്കാർ. അവർ പറയും പഴയ ആൾക്കാർ അങ്ങനെ തീരുമാനിച്ചു, അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞങ്ങളിത് വഖഫ് ഭൂമിയാണ്, ഞങ്ങൾക്കിത് വഖഫ് ചെയ്തിരിക്കുന്നതാണ്, ഞങ്ങൾക്കിത് കിട്ടണം എന്ന് പറഞ്ഞ് അവര് ആത്മീയതയുടെയും മതത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞ് വീണ്ടും തിരിച്ചു വരും. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള വിഷയം. അതുകൊണ്ട് സതീശൻ പറഞ്ഞത് ശരിയാണ്. 10 മിനിറ്റ് കൊണ്ട്, പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കാം. ഒന്നുമില്ല, കാസർഗോഡ് 400 ഏക്കർ അവർ പതിച്ചു കൊടുത്താൽ മതി. തൽക്കാലം ഈ പ്രശ്നം പരിഹരിച്ചു. പിന്നെ എപ്പോഴെങ്കിലും വരുമ്പോഴല്ലേ അപ്പം നോക്കാം. ഇപ്പൊ മുഖ്യമന്ത്രിയായ സ്ഥിതിക്ക് പിന്നെ ഇദ്ദേഹത്തിന് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഈ പറഞ്ഞതുപോലെ ഹിന്ദു ഇന്നലെ കെ രാഗേഷ് പറയുന്നുണ്ട്, ഹിന്ദുക്കൾ ഇപ്പൊ ഒരുമിച്ച് വോട്ട് ചെയ്യുന്ന സംവിധാനമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അന്തംഗമ്മികൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. പിന്നെ അത് മനസ്സിലാകാത്തത് കേരളത്തിൽ ഒരു കൂട്ടർക്കേ ഉള്ളൂ, അത് ബി.ജെ.പിക്കാർക്കാണ്. അവർക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖറും അനൂപ് ആന്റണിയും പിന്നെ അഡ്വക്കേറ്റ് സുരേഷും ഒക്കെ പിന്നെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങിയിരിക്കുന്നത്. ക്രിസ്ത്യൻസ് വേണ്ടെന്നല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ എല്ലാവരും വേണം, പക്ഷെ ഒരാൾക്കും പ്രാധാന്യം കൊടുക്കുന്ന രീതിയുടെ ആവശ്യമില്ല. കേരളത്തിന് അത് മാത്രമല്ല, കേരളത്തിലെ ഏതെങ്കിലും ഒരു ഈ പറഞ്ഞ പോലെ സമുദായ നേതാവിന്റെ തിണ്ണ നിരങ്ങാൻ പോകരുത്. അത് വെള്ളാപ്പള്ളിയുടെ ആണെങ്കിലും ഞാൻ പറഞ്ഞില്ല, വെള്ളാപ്പള്ളി ആണെങ്കിലും സുകുമാരൻ നായരാണെങ്കിലും പറഞ്ഞാലൊന്നും ആരും കേൾക്കില്ല. ബി.ജെ.പിയുടെ വോട്ട് എന്ന് പറയുന്ന പണ്ട് തൊട്ടേ വെള്ളാപ്പള്ളി പറയുന്ന വോട്ടുമല്ല, സുകുമാരൻ നായർ പറയുന്ന വോട്ടുമല്ല. ആ വോട്ടുകൾ ബി.ജെ.പിയിലെ അടിയുറച്ച വോട്ടുകളാണ്, RSS പ്രവർത്തനം കൊണ്ടുണ്ടായി വോട്ടുകളാണ്. ഇപ്പോ അതിന്റെ കൂട്ടത്തിൽ മോദി ഫാക്ടർ വർക്കൗട്ട് ആവുന്നുണ്ട്. മോദിക്ക് കിട്ടുന്ന വോട്ടുകളാണ്. ഇത് തിരിച്ചറിയാൻ കേരളത്തിലെ ബി.ജെ.പി നേതൃത്വത്തിന് കഴിയുന്നില്ല. ക്രിസ്ത്യൻസും ഉണ്ട്, മുസ്ലിംസും ഉണ്ട്. എത്രയോ മുസ്ലിം സ്ത്രീകൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. മുസ്ലിം സ്ത്രീകളുണ്ട്, മുസ്ലിം സ്ത്രീകൾ എത്രയോ പേര് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. മോദി ചെയ്ത ചരിത്രപരമായ തീരുമാനമാണ് ഇത്തവണ ഞങ്ങൾ മോദിക്ക് വോട്ട്. കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ മോദിയെ അതിരൂക്ഷമായി എതിർക്കുകയും മോദിക്കെതിരെ വോട്ട് ചെയ്യുകയും ചെയ്യുന്ന എത്രയോ ഹിന്ദുക്കളുണ്ട്. അപ്പൊ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് ആര് ഉപകാരം ചെയ്യുന്നു അവരെ ജനങ്ങളെ സംരക്ഷിക്കുന്നത് ആര്, രാജ്യം നേരെ വന്നതിന് ശേഷം ഒരുപാട് സ്ത്രീകൾ മോദിക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതൊക്കെ കാലങ്ങൾ കൊണ്ട് മാറി വരും. ഈ ബി.ജെ.പി വിരോധമൊന്നും എല്ലാ കാലത്തും നിൽക്കില്ല. ബി.ജെ.പി നേതൃത്വത്തിന് ഇത് ബോധ്യപ്പെടാത്തത് എന്തുകൊണ്ടാണെന്നറിയില്ല. അത് കൃത്യമായ പ്രവർത്തന പദ്ധതികൾ ഇല്ലാത്തതുകൊണ്ടാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങി ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുക, കൃത്യമായ പദ്ധതികൾ. ഇതാണ്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ സംസാരിച്ച് അതിലേക്ക് എത്തി. അപ്പോൾ ഈ വഖഫിൻ്റെ വിഷയത്തിൽ ബി.ജെ.പി എൻ്റെ അഭിപ്രായത്തിൽ ബി.ജെ.പി എടുക്കേണ്ട സ്റ്റാൻഡ് ഈ മുനമ്പത്ത് ആൾക്കാരെ സംരക്ഷിക്കലോ വഖഫിൻ്റെ ഇവർക്ക് ഭൂമി കൊടുക്കണമെന്ന് പറയാൻ ഇതൊന്നുമല്ല. സത്യസന്ധമായ ആ വിഷയത്തിൽ ഇടപെട്ടിട്ട് അതിൻ്റെ വിഷയത്തിൻ്റെ മെറിറ്റ് അനുസരിച്ച് നിൽക്കണം. ഈ പറഞ്ഞതുപോലെ
വരട്ടെ, അതിന്റെ തെളിവുകൾ പുറത്തു വരട്ടെ. വഖഫ് ചെയ്തതാണെങ്കിൽ അതിന്റെ തെളിവ്, ഈ ഫാറൂഖ് കോളേജിന് വഖഫ് ചെയ്ത് കൊടുത്തിട്ട് അവർ വിറ്റു എന്ന് പറയണമെങ്കിൽ തീർച്ചയായിട്ടും അത് ക്രിമിനൽ കുറ്റമാണ്. അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങണം, അത് ചെയ്യേണ്ടതാണ്. ഇനി അല്ല, ഇത് ഈ പറഞ്ഞത് വഖഫ് ഒന്നും അല്ല, ഇത് കൃത്യമായിട്ട് നിയമപരമായിട്ട് പണം കൊടുത്ത് കുറെ ആൾക്കാരെ അവര് എങ്കിൽ സത്യസന്ധമായിട്ട് അവരുടെ കൂടെ നിൽക്കണം. BJP അല്ലാതെ ഇതിനകത്ത് ഈ ഇടതുപക്ഷവും വലതുപക്ഷവും കളിക്കുന്ന മതരാഷ്ട്രീയം BJP കളിക്കാൻ നിൽക്കരുത്. BJP ജനകീയ രാഷ്ട്രീയമാണ് അതിനകത്ത് നിലപാടെടുക്കേണ്ടത്. ആ ജനകീയ രാഷ്ട്രം നോക്കൂ, നാളെ ഇപ്പൊ നമുക്കറിയാം തമിഴ്നാട്ടിൽ 3000-4000 വർഷം പഴക്കമുള്ള അമ്പലം വഖഫിൻ്റെതാണെന്നും പറഞ്ഞ് രംഗത്ത് വന്നു. ഭക്തരും വിശ്വാസികളും ഒക്കെ കൂടെ ഇറങ്ങി ഓടിച്ചു കളഞ്ഞു അല്ലേ? അപ്പൊ അങ്ങനത്തെ നെറികേടുകളെ അംഗീകരിക്കരുത്, അതാരുടേതാണെങ്കിലും. നോക്കൂ, ഇവിടെ എത്രയോ ക്ഷേത്രങ്ങളുടെ ഭൂമി കയ്യേറിയിരിക്കുന്നു, എത്രയോ ക്ഷേത്രങ്ങളുടെ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന അതുപോലെ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട്. എന്തിന് കേരളത്തിലെ പ്രമുഖ മുത്തശ്ശി പത്രത്തിന്റെ ആൾക്കാർ വരെ ക്ഷേത്രഭൂമി കയ്യേറി വെച്ചിരുന്നു. അത് ഈ അടുത്ത കാലത്താണ് ഒഴിപ്പിച്ചെടുത്തത് നിയമപരമായ നടപടികളിലൂടെ. BJP അത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് ഈ മുനമ്പംകാരുടെ പുറകെ പോകുന്ന BJP എന്തുകൊണ്ട് ആ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല? ഇപ്പം നിങ്ങൾ പറയുന്നത്, ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ്, നിങ്ങൾ പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയമാണ്. ഹിന്ദുത്വ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചിട്ട് നിങ്ങൾ ഈ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ എന്താണ് ചെയ്യുന്നത്? ശബരിമല സ്വർണ്ണക്കൊള്ള നിങ്ങൾ എന്ത് നടപടിയെടുത്തു, എന്ത് നിലപാടെടുത്തു? അതുപോലെ തന്നെ ഈ നേരത്തെ ഉണ്ടായ ഈ മുനമ്പം വിഷയത്തിൽ എടുക്കുന്ന നിലപാട് പോലെ തന്നെ ശബരിമലയിലും എടുക്കാൻ അവകാശമുണ്ട്. അത് പൊതുജനങ്ങളുടെ പ്രശ്നമാണെന്നേ. മുനമ്പത്ത് വലിയ സമരം ചെയ്യുന്നു, വലിയ ബഹളം ഉണ്ടാക്കുന്നു. ശബരിമലയിൽ സംസ്ഥാന അധ്യക്ഷൻ പോയി അവിടെ എന്താ പറയുക, സത്യാഗ്രഹം ഇരിക്കുന്നു. സംസ്ഥാന സെക്രട്ടറി ഷോൺ ജോർജ് അവിടെ കുടിലുകെട്ടി താമസിച്ചു. ഞാൻ പറയുന്ന ഷോൺ ജോർജിനും ഇതിൽ ഇടപെടാം, ക്ഷേത്രഭൂമി ഇടപെടാം, ഒരു തെറ്റുമില്ല. അത് ആര് കയ്യേറിയിട്ടുണ്ടെങ്കിലും ശരി, അത് കയ്യേറ്റമാണ്. കയ്യേറിയിരിക്കുന്നവർ ഏത് ജാതി മതം എന്നുള്ളതൊന്നും വിഷയമല്ല, അവർ ചെയ്തിരിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. അവരിൽ നിന്ന് ആ ഭൂമി തിരിച്ചു പിടിക്കണം. അത് മുനമ്പത്തേക്ക് മാത്രമായിട്ട് നിങ്ങൾ മുനമ്പത്ത് ഇറങ്ങി മുനമ്പത്തുകാരോടൊപ്പം സത്യസന്ധമായി നിൽക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് തീർച്ചയായിട്ടും അവർക്ക് നീതി വാങ്ങിക്കൊടുക്കണം. അവരുടെ ഭാഗത്താണ് നീതിയെങ്കിൽ. ഈ ഇത്രത്തോളം നമ്മൾ അറിഞ്ഞിടത്തോളം മുനമ്പത്തെ ആൾക്കാർ, പാവങ്ങൾ കയ്യിലിരുന്ന പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്. അവരെ ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പകരം ചോദിക്കണം. അതിന് രാഷ്ട്രീയമായിട്ട് തന്നെ വഖഫ് ബോർഡ് ആണെങ്കിലും ആരാണെങ്കിലും. അതുപോലെ തന്നെ ഈ ക്ഷേത്രഭൂമി കയ്യേറിയത് ഒഴിപ്പിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ ഉത്സാഹം കാണിക്കുന്നില്ല? എന്തുകൊണ്ട് അവിടെ നിങ്ങൾ ഈ ഒരു താല്പര്യം എന്ന് വെച്ചാൽ ഹിന്ദുക്കൾ മുഴുവനും ഞങ്ങൾക്ക് വോട്ട് ചെയ്തോളും, അത് ഞങ്ങൾ RSS ആണ്, BJP ആണ്, അതുകൊണ്ട് മോദിയാണ്. അത് ഈ BJP-ക്കാർക്കുള്ള ഒരു ഓവർ കോൺഫിഡൻസാ. ഒരിക്കലും പണ്ട് തൊട്ടേ ഉണ്ടായിരുന്ന, ഇപ്പൊ കേഡറുകളുടെ കാര്യം പറഞ്ഞതുപോലെ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്ന പ്രവർത്തകർ നമ്മളെ ചിഹ്നത്തിൽ കുത്തും. അപ്പൊ അതുകൊണ്ട് അവരങ്ങ് കുത്തിക്കോളും, ഞങ്ങൾ അവരോട് എന്ത് ചെയ്താലും പ്രശ്നമില്ല, അവരെന്ത് ചെയ്താലും പ്രശ്നം. അതൊക്കെ പണ്ട്. ഇപ്പൊ അങ്ങനെ ഒന്നും നടക്കില്ല. അതിന്റെ ഫലമാണ് ഇപ്പൊ CPM അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാത്രമല്ല BJP അനുഭവിക്കുന്നത്. ഈ 19% വോട്ടെത്തിയ BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19% വോട്ടെത്തിയെന്ന് മാത്രമല്ല പ്രശാന്ത്, അതിൽ വേറൊരു കാര്യം കൂടി നമ്മൾ കണ്ട. 19% വോട്ടെത്തി. SIR കുറെ വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ പുതിയ വോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പുതിയ വോട്ടുകൾ എവിടെ പോയി? പുതിയ വോട്ടുകൾ 16,000 14,000 ഒക്കെ എല്ലാ മണ്ഡലത്തിലും BJP-ക്ക് തന്നെ കണക്കുണ്ട്. പക്ഷെ ഒരു മണ്ഡലത്തിലും വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അതാണ് അവിടുത്തെ. അപ്പൊ അതിന്റെ അർത്ഥം പുതിയ വോട്ട് കിട്ടിയാലും പഴയ വോട്ടുകൾ പോയി എന്നുള്ളത്. അത് യാഥാർത്ഥ്യത്തെ അംഗീകരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. എന്താ സംഭവിച്ചു? BJP ഈ 19 എന്നുള്ളത് 14% ചുരുങ്ങി. ഇതിന്റെ കാരണം അന്വേഷിച്ച് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ഈ മുനമ്പത്ത് മാത്രമല്ല, ഇതുപോലെ ഭൂമി കയ്യേറിയ എല്ലാ വിഷയത്തിലും ഒരേ നിലപാടെടുക്കുക, സത്യസന്ധമായിട്ട് ഇടപെടുക, നീതിക്കൊപ്പം നിൽക്കുക, അനീതിയെ എതിർക്കുക, ഇരയാക്കപ്പെട്ടവർക്ക് കൃത്യമായി അവരുടെ ഭാഗം പറയാനും അത് കേൾക്കാനും അത് കേൾക്കേണ്ടവരെ കേൾപ്പിക്കാനുമുള്ള ധാർമ്മികമായ സമരത്തിനുള്ള ആർജവം BJP കാണിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ മുനമ്പം വിഷയത്തിലാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും BJP-ക്ക് മറ്റേതെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചാൽ അത് കനത്ത തിരിച്ചടിയേ BJP-ക്ക് കിട്ടുള്ളൂ. ഇവിടെ 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് പറയുന്നത് കാസർഗോഡ് 400 ഏക്കർ ഭൂമി കൊടുത്തുകൊണ്ടുള്ള ഒത്തുതീർപ്പാണ്. അതിന് BJP അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അതിന് വഴങ്ങരുത്. സത്യസന്ധമായിട്ട് ഈ വിഷയത്തെ അതെ, കേസ് നടക്കട്ടെ.
അത് കേസിന്റെ കോടതിയിൽ തീരുമാനമാകട്ടെ, നീതിപീഠം തീരുമാനിക്കട്ടെ ഇത് ആരുടെ ഭൂമിയാണ്. എങ്കിലത് ശാശ്വതമായ പരിഹാരമാകും, അയോധ്യ പോലെ തന്നെ. അല്ലാത്ത പക്ഷം മുനമ്പത്തെ ജനങ്ങളോടും നമുക്ക് പറയാനുള്ളത്, നിങ്ങളെ പറ്റിക്കുകയാണ്. ഇത് 10-20 വർഷം കഴിഞ്ഞാൽ അന്ന് വരുന്ന ഒരു വഖഫ് ബോർഡ് വീണ്ടും ഇതിന് അവകാശം പറഞ്ഞു വരും. ഇന്ന് 400 ഏക്കർ വാങ്ങിക്കൊണ്ട് പോകുന്നവർ അന്ന് 4000 ഏക്കർ വാങ്ങാനുള്ള ഗൂഢാലോചന നടത്തും. അതുകൊണ്ട് അതിന് നിങ്ങൾ വഴങ്ങിക്കൊടുക്കരുത്. ഇതിന് നീതിപീഠത്തിൽ നിന്ന് കൃത്യമായി ശാശ്വതമായ പരിഹാരമാണ് മുനമ്പം വിഷയത്തിൽ ഉണ്ടാകേണ്ടത്.